തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുകയാണ്. അപ്പോൾ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പഠിച്ചിറങ്ങിപ്പോയ പല മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളടക്കം ഇവിടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ മീഡിയ വണ്ണൊപ്പം സിനിമാ താരം നന്ദു ചേരുകയാണ്. അദ്ദേഹം ഒരു തിരുവനന്തപുരം സ്വദേശി കൂടിയാണ്. അപ്പോൾ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ കാര്യങ്ങൾ ക്ലീശയായിട്ട് ചോദിക്കുന്നതിന് പകരം ഇന്നലെ കോളേജിൽ വന്ന് ഒരു സമരമൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോളേജിൽ ഇന്നലെ സമരം വിളിച്ചപ്പോൾ ഉണ്ടായ മനസ്സിലൂടെ കടന്നുപോയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞാൻ പഠിച്ച കാലത്ത് ഏത് പാർട്ടി, അതായത് SFIയും KSU ആണുള്ളത്. അപ്പോൾ ആ രണ്ട് പാർട്ടി സമരം വിളിക്കുമ്പോൾ രണ്ട് ആൾക്കാരുടെ കൂടെയും ഞാൻ സമരത്തിന് പോകുമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു പാർട്ടി ഒന്നുമില്ല. ആര് സമരം വിളിച്ചാലും വാടകയിൽ നിന്ന് വിളിച്ചാൽ ഞാൻ കൂടെ പോയി സിന്ദാബാദ് വിളിക്കും, അത് വഴി ഇറങ്ങി വീട്ടിൽ പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും എനിക്ക് അങ്ങനത്തെ ഒരു ആക്റ്റീവ് രാഷ്ട്രീയമൊന്നുമില്ല. രാഷ്ട്രീയക്കാരെല്ലാവരും ഒരുപാട് പേര് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരോടും നല്ല സ്നേഹബന്ധമാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൽ കവിഞ്ഞിട്ട് ഒരു പാർട്ടിക്ക് വേണ്ടി അങ്ങനത്തെ അങ്ങനത്തെ ഒരു മനസ്സിൽ ഇതുവരെ തോന്നിയിട്ടില്ല. അത് തോന്നുകയാണെങ്കിൽ അന്ന് സിനിമ മതിയാക്കിയിട്ട് വേണം അതിലോട്ടിറങ്ങാൻ. അപ്പം ഇന്നലെ വിളിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പല സമയങ്ങളിലും വിളിച്ചുകൊണ്ട് അതിനകത്ത് മുരളീധരൻ ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ച കാലത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു സമരം കൊണ്ട് വരണം എന്ന് പറയും. അദ്ദേഹം വിളിച്ചാലും പോവും, ആര് വിളിച്ചാലും നമ്മൾ പോകുമല്ലോ. അപ്പോൾ അങ്ങനെ അദ്ദേഹം എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും അദ്ദേഹത്തിനാണ് ഓർത്തത്. കാര്യം ഞങ്ങൾ ഒരു വർഷം എല്ലാ ദിവസവും രാവിലെ ഒരു അരമുക്കാൽ മണിക്കൂർ ഞങ്ങൾ മാത്രമേ കാണുള്ളൂ. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിൽ ആരും കാണില്ല. കാര്യം അദ്ദേഹം കോളേജ് ബസ്സിൽ വരുമായിരുന്നു, ഞാനും കോളേജ് ബസ്സിൽ, ഞാൻ ഒരു ബസ്സിലും അദ്ദേഹം വേറൊരു ബസ്സിലും. ഞങ്ങൾ രണ്ടുപേരും 8 മണി കഴിയുമ്പോൾ അവിടെ എത്തും. ഈ 9 മണിക്ക് ക്ലാസ് തുടങ്ങുന്നത് വരെ ഞങ്ങൾ അതിൻ്റെ വെളിയിൽ, മൂന്നാമത്തെ നിലയിൽ വെളിയിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. സംസാരിക്കുന്ന പറഞ്ഞാൽ ഞാൻ സംസാരിക്കും, അദ്ദേഹം ഒന്നും മിണ്ടില്ല. അദ്ദേഹം വളരെ എന്താ പറയുക, വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ. ഒരു വർഷത്തിനിടയിൽ 4 വാക്കെന്തോ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളൂ. കാര്യം അത് അങ്ങനെ. പക്ഷെ അതിൻ്റെ നേരെ വിപരീതമാണ് ഇപ്പം വളരെ തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് വളരെ ഗംഭീരമായിട്ട് സംസാരിക്കാൻ കഴിവുള്ളൊരു മനുഷ്യനായി. അന്ന് പക്ഷെ വളരെ മിതഭാഷയായിട്ടൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അന്ന് പണ്ട് സമരം വിളിച്ച് നടന്നതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. എന്തിനാണ് ഈ അന്ന് സമരം വിളിക്കുമ്പോൾ കൂടെ വിളിക്കുമ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പോലും ഞാൻ അന്വേഷിക്കാറില്ല. അവർ വിളിക്കും, ഞാൻ പോകും, സിന്ദാബാദ് വിളിക്കുന്നുള്ളതല്ലാതെ. നമ്മളിപ്പോൾ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ നമുക്ക് കുറേയധികം കുട്ടികൾക്ക് അവധി കിട്ടണം, ക്ലാസ് കഴിയുമ്പോൾ ക്ലാസ്സിലേക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇന്നലെ ഈ ക്യാമ്പസിലേക്ക് വന്ന് ഈ സമരം വിളിച്ചപ്പോൾ മനസ്സിലൂടെ കടന്നുപോയ കാര്യങ്ങളൊക്കെയാണ് നന്ദിച്ചേട്ടൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ഇവിടെയായിരുന്നു. ഇവിടേക്ക് വീണ്ടും തിരിച്ചു വന്നപ്പോൾ എന്താണ് മനസ്സിലൂടെ കടന്നുപോയ മറ്റു ചില കാര്യങ്ങൾ? അല്ല, ഈ ഇന്നലത്തെ സമരത്തിൽ നമ്മൾ സമരം വിളിച്ച് വീട്ടിൽ പോയിട്ട് പോവുമല്ല. നമുക്ക് സമരം വിളിച്ചിട്ട് നമ്മൾ കോളേജിൽ തന്നെ വീണ്ടും തുടരുകയാണ് ചെയ്തത്. സമരം വിളിച്ച് ക്ലാസ് ചെന്ന് ഓണക്കുർ സാറിൻ്റെ അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. ആ ക്ലാസ്സിലിരുന്ന് എല്ലാം പ്രഗത്ഭരായ വ്യക്തികളാണ്. ജയകുമാർ സാർ ഉൾപ്പെടെ ക്ലാസ് ഇരിപ്പുണ്ട്. അപ്പം ഓണക്കുർ സാർ ക്ലാസ് എടുക്കുകയാണ്. അപ്പം ആ ക്ലാസ് ചെന്ന് ഞങ്ങൾ അവിടെ ചെന്ന് സമരം ആണ് എന്നുള്ളത് സാറിനെ കൊണ്ട് സാറ് ക്ലാസ് പിരിച്ചു വിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ശരിക്കും അതൊരു സമരത്തിൻ്റെ അന്നത്തെ അതേ ഒരു രീതിയിൽ അത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു പുനരാവർത്തനം, അതാ വീണ്ടും അത് ചെയ്തത്. അപ്പം എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷവും രസവുമായിരുന്നു. അത് ആ പ്ലാനിങ് നമ്മുടെ കൂട്ടത്തിലുള്ള ചിലരാണ് ഇട്ടത്. അപ്പോൾ അത് വളരെ നന്നായിട്ട് വർക്കൗട്ടായി. ഒരു കോളേജിൽ നമ്മൾ അന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ സന്തോഷകരമായ കാര്യം. ഇതിപ്പോൾ പഴയ കാലം, അതായത് ഒരു 90-കൾ അല്ലെങ്കിൽ 80-കൾ, അതിനുശേഷം വരുന്ന 2000, അങ്ങനെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കോളേജുകളിൽ ഈ പറയുന്ന പോലെ ഒരു ബോണ്ടിങ് ഉണ്ട്, അല്ലെങ്കിൽ ആ പണ്ട് കാലം ഉണ്ടായിരുന്ന ഒരു ബോണ്ടിങ് ഇപ്പോൾ ക്യാമ്പസ് കലാലയ രാഷ്ട്രീയം അല്ലെങ്കിൽ കലാലയ കൂട്ടുകെട്ടിലുണ്ട് എന്ന് നന്ദിച്ചേട്ടന് തോന്നുന്നുണ്ടോ? ആ ബന്ധം ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം ഈ പ്രീ ഡിഗ്രി പോയതോടുകൂടി തന്നെ ആ ബന്ധങ്ങൾ തകർന്നുപോയി. കാര്യം ഈ സ്കൂളിൽ നിന്ന് പെട്ടെന്ന് മോചനം ലഭിച്ച് നേരെ വരികയും ആ ഫ്രീഡത്തിലേക്ക് വരികയും അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ എൻ്റെ ഇവിടെയുള്ള ഒരുപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും പ്രീ ഡിഗ്രി തൊട്ട് പഠിച്ചവരാണ്. അത് അന്ന് മുതലുള്ള സുഹൃത്ത് ബന്ധമാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. അപ്പോൾ ആ ഒരു ബന്ധം ഇപ്പം ഇല്ല. കാര്യം ഇപ്പം പ്രീ ഡിഗ്രി കൂടെ കഴിഞ്ഞ് കുറച്ചുകൂടെ മെച്ചുവേർഡായിട്ടാണ് ഈ ഡിഗ്രിയിൽ വരുന്നത്. അപ്പോൾ തന്നെ ഓൾറെഡി അവർക്ക് സ്കൂളിലുള്ള വലിയൊരു സുഹൃത്ത് ബന്ധവും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പം അങ്ങനത്തെയൊക്കെ ചില ഒരു ഇതുണ്ട്. അപ്പം മാത്രമല്ല, അധ്യാപകരുമായിട്ട് ഇപ്പോഴും അങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ടോ എന്നൊന്നും അറിയില്ല. നമ്മളൊക്കെ ഇപ്പോഴും നമ്മുടെ അധ്യാപകരെ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഫീലിംഗ് ആണ്. നമ്മൾ ആദ്യം ക്ലാസ്സിലൊന്നും കയറില്ലായിരുന്നു, ഞാനും വാളിയടിച്ചൊക്കെ നടന്നതാണ്. പക്ഷേ എന്നാൽ പോലും അധ്യാപകരോടുള്ള ബഹുമാനത്തിനൊന്നും ഒരു കുറവുണ്ടായിട്ടില്ല. അതാണ് നമ്മുടെ DGP ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ് സാറ് എനിക്ക് ക്ലാസ് എടുത്താണ്. അദ്ദേഹം ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്നാണ് ഇനി ഞാൻ വരില്ല, എനിക്ക് IPS കിട്ടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നത്. അപ്പം അങ്ങനെ കുറേ ആൾക്ക്. പിന്നെ എന്നെ പഠിപ്പിച്ച ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന ടിറ്റോ കെ ചെറിയാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അടുത്ത വർഷം കോളേജിൽ ലെക്ചറായിട്ട് വന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നു. ഏത് ബാച്ചായിരുന്നു?
ഞാൻ എക്കണോമിക്സ് ആയിരുന്നു, 79-84 ആയിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഈ പഠിച്ചവരും കൂടെ പഠിച്ചവരും പഠിപ്പിച്ചവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. അപ്പോൾ മറ്റു കാര്യം വ്യക്തിപരമായിട്ട് ഇപ്പോൾ സിനിമയുടെ വിശേഷങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എന്താണ് സിനിമാ വിശേഷം? സിനിമകൾ കുറച്ച് കുറവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരുപാട് പ്രൊഡ്യൂസർമാർ പുറകോട്ട് മാറി, കുറച്ച് ഈ പടങ്ങൾ ഓടുന്നില്ല എന്നുള്ളൊരു പബ്ലിസിറ്റി വന്നതോടുകൂടി കുറേ പ്രൊഡ്യൂസർമാർ പുറകോട്ട് പോയി എന്നുള്ളത് കാരണമായിരിക്കണം. അതോ എൻ്റെ സമയം മോശമാണെന്ന് അറിയില്ല. അത് ഞാൻ പലയിടത്തും ചോദിച്ചപ്പോൾ പലർക്കും വർക്കില്ല, വളരെ കുറച്ച് സിനിമകൾ ഷൂട്ടിംഗ് മാത്രമേ നടക്കുള്ളൂ. ഇപ്പോൾ വീണ്ടും അത് കുറച്ച് പതുക്കെ ക്ലച്ച് പിടിച്ച് വരുന്നു. അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു. അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ വിശേഷങ്ങളാണ് സിനിമാതാരം നന്ദു പങ്കുവച്ചത്. അപ്പോൾ മാറിവാ ന്യൂസിലേക്ക് വന്നതിൻ്റെ സന്തോഷവും ആ പഴയ കാലത്തിൻ്റെ രാഷ്ട്രീയം വിളിച്ചതിൻ്റെ ഓർമ്മകളൊക്കെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. തിരുവനന്തപുരം മാറിവാ ന്യൂസ് കോളേജിൽ നിന്ന് ബിജു മടവൂരിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.